അമേരിക്കയിൽ നിന്നും നാടുകടത്തപ്പെട്ട ഇന്ത്യക്കാരെ മാന്യമായ രീതിയിൽ നാട്ടിലെത്തിക്കാമായിരുന്നെന്ന് മുൻ വിദേശകാര്യമന്ത്രിയും ഇന്ത്യൻ ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ പ്രസിഡന്റുമായ സൽമാൻ ഖുർഷിദ്. അമേരിക്കയുമായി നല്ല ബന്ധം പുലർത്തുന്ന ഇന്ത്യക്ക് ഇളവുകൾ നൽകാമായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. റിയാദിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം സൂചിപ്പിച്ചത്. സൗദിയിൽ സന്ദർശനത്തിനെത്തിയതായിരുന്നു മുൻ വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദ്. നാടുകടത്തപ്പെട്ട ഇന്ത്യക്കാരെ മാന്യമായ രീതിയിൽ നാട്ടിലെത്തിക്കാമായിരുന്നുവെന്ന് റിയാദിൽ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇത് അമേരിക്കയുടെ നയപരമായ തീരുമാനമാണ്. എങ്കിലും അമേരിക്കയുമായി നല്ല ബന്ധം പുലർത്തുന്ന ഇന്ത്യക്ക് കുറച്ച് ഇളവുകൾ നൽകാമായിരുന്നു. അവർ കുറ്റവാളികളല്ല, നിയമലംഘനമാണ് നടത്തിയത്. അവരോട് ക്രിമിനലുകളെ പോലെയുള്ള സമീപനം ശരിയായില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Was it really necessary for a military plane to be used? And secondly, the manner in which they came, they were chained, they had handcuffs, etc. They are not criminals in the true sense of the word. They may have violated the law, but they're not criminals in the true sense of the word. And they were, after all, in the United States for whatever period they were allowed to be there. ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ റിയാദിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാനായാണ് ഇദ്ദേഹം എത്തിയത്. ഇന്ത്യ സൗദി ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് ഇന്ത്യൻ പ്രവാസികൾക്കുണ്ട്. അവരുമായി ചർച്ച ചെയ്ത് അവരുടെ ആശങ്കകളും ആവശ്യങ്ങളും പരിഹരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്.